അപ്പോൾ എന്താ ഫസ്റ്റ് തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പോണതിൻ്റെ വീഡിയോ തന്നെ ആദ്യം കണ്ടില്ലേ. പ്ലസ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫസ്റ്റത്തെ ആ ഇൻട്രോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഡ്രൈവാണ് മാതാശ്രീയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പാട്ടൊക്കെ കേട്ടിട്ട് പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളതാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതേ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഇങ്ങനെ പിടിയിട്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. യെസ്, നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് പോകുന്നത്. പിന്നെ ഇതാണ് ആ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്, ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. സോ ഞാൻ ഇപ്പോൾ വരെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുന്നതിൻ്റെ, അതായത് വണ്ടിയിലിരിക്കുന്ന വീഡിയോയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നതിൻ്റെ ഉള്ളത് ഇരിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്താണ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര് വന്നിരിക്കുന്നത്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും, ഒരു 10 മണി 9:30. സോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റൊക്കെ പൊങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. ഒരെണ്ണം പോയി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോകുന്നു. അതുകഴിഞ്ഞാൽ നമ്മുടെ എൽഹാൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. അവിടെ വെച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം വെട്ടമുണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ എൽഹാനെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അത് അവനായിട്ട് ഇതിങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കളിക്കാൻ. നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ കണ്ട്, അത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഐ തിങ്ക് ഇത് ബീഫ് മന്തിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, മറന്നുപോയി. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വാപ്പി വേറുമ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം വാപ്പി ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഷെയറാക്കി. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ ഇതേ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഹോട്ടലിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ പറയാം. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. ഇതേ പേരൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് തരും. അപ്പോൾ അടിപൊളി ഫുഡാണ്, കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഈ ഇവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, അങ്ങനെ അതെ എല്ലാവരും നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റി. വലിയ ബഹളം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കൊക്കെ കേട്ടല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലേക്കല്ല പോകുന്നത്, നമ്മൾ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. എൻ്റെ വീട് ആലുവയിലാണ്. സോ ഞങ്ങൾക്ക് എൻ്റെ വീടും നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടും നമ്മൾ കുറേ ദൂരമൊന്നുമില്ല, നമുക്കിവിടെ അടുത്തായിട്ടാണ്. സോ നമ്മളത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. സോ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഓടിച്ചോടിച്ച് കൊണ്ടുപോവാണ്. Reciprocate the feeling, find peace beneath the surface.
Everything's peachy. Everything's peachy. Split personality. Sometimes sour, sometimes sweet. And M. Night Shyamalan story called Everything's Peachy. Can we just skip straight to the plot twist, please? Personality. Sometimes sour, sometimes sweet. Split personality. Sometimes sour, sometimes sweet. ഇതേനാ നമ്മുടെ താജ് ഹോട്ടലാണ്. ഞങ്ങൾ പോയപ്പോൾ കാറിൽ വച്ചേക്കണ പാട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഗിഫ്റ്റ് തരാം. ഇതേനാ നമ്മുടെ ജിബിനാസ് കഫേ. നമ്മളുടെ അതിൽ കൂടെ ജസ്റ്റ് പാസ് ചെയ്ത് പോയിട്ട് നമ്മുടെ അവിടുത്തെ നമ്മൾ മെയിനായിട്ട് ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ ചെന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫ്ലൈറ്റിനെ പൊങ്ങാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കായിരുന്നു. ഫസ്റ്റ് പോയത് ഫ്ലൈറ്റല്ല, ഫസ്റ്റ് പോയത് ട്രെയിനാണ്. അത് കഴിഞ്ഞ് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് പോയത്. പിന്നുണ്ടല്ലോ, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഒക്കെ ഇച്ചിരി ഫണ്ണായിട്ട് സംസാരിക്കാൻ, ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കരുത്. അപ്പോൾ ഇച്ചിരി എന്താ ജാടയൊക്കെ പോലെ തോന്നുന്നവരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എങ്ങനെ തമാശ പറയണം എന്നറിയില്ല. കാരണം എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു ഇതില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞാൽ കോമഡി ആവോ ശരിയാവോ എന്നുള്ളൊരു ഇത്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക് യു. കാരണം ഒരാൾ നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് തന്നാണല്ലോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ തമാശയൊക്കെ കൂടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങുന്നത് ഞാൻ ഒരെണ്ണം മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. 2-3-5 ഞാൻ കണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയുടെ ഫൈനൽ പാർട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ ലേറ്റായി. അപ്പം തന്നെ വന്ന് കിടന്നുറങ്ങി. പിന്നെ ഇന്നിപ്പോൾ August 15th, നമ്മൾ പോയത് August 14th ഇവിടെ ബർത്ത്ഡേയുടെ അന്ന്. സോ എനിക്ക് ഇന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എണീച്ചു. അതിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഉടനെ ആയിട്ട് വരുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. ഇത്രയേ ഉള്ളൂ. ബൈ.